നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും നബിപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അർദ്ധ സഹോദരിയുമാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ഖുത്തൈല ബിൻത് അബ്ദുൽ ഉസ്സയാണ് മാതാവ്. ഇസ്ലാമിൻ്റെ പൂർവ്വകാലത്തും പിൽക്കാലത്തും തിരുനബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുഫറിൻ്റെ പുകയും പൊടിയും പുരളാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു. ആ തെളിഞ്ഞ ജീവിതം കണ്ടു വളർന്ന അസ്മാ റളിയല്ലാഹു അൻഹയും വ്യക്തിവിശുദ്ധിയാൽ പിതാവിനെ ഒപ്പിയെടുത്തു. തൻ്റെ മാതാവ് ഖുത്തൈലയെ ഇസ്ലാമിൻ്റെ ആഗമനത്തിനു മുമ്പേ പിതാവ് വിവാഹമോചനം ചെയ്തിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ സത്യവിശ്വാസം പുൽകിയ ശേഷം ഒരു ദിവസം ഖുത്തൈല തൻ്റെ മകളെ തേടിയെത്തി. ഒരു സഹായാർത്ഥനയുമായിട്ടാണ് അവർ വന്നത്. പക്ഷേ മക്കയിലെ അവിശ്വാസികൾ പ്രവാചകർക്കും അനുയായികൾക്കുമെതിരെ ശക്തമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന ആ ഘട്ടത്തിൽ അവിശ്വാസിയായ മാതാവിനെ സഹായിക്കാമോ എന്ന ചിന്ത ബീവിയെ അലട്ടി. അവർ തിരുസമക്ഷത്തിലേക്ക് ദൂതനെ അയച്ചു. എന്നാൽ ഉമ്മയെ സഹായിക്കാനായിരുന്നു പ്രവാചകരുടെ നിർദ്ദേശം. തിരുദൂതരുടെ ഉത്തമ ശിഷ്യയായ അസ്മാ റളിയല്ലാഹു അൻഹ മാതാവിനെ സഹായിച്ചു. മറ്റൊരിക്കൽ മകൾക്ക് കുറേ സമ്മാനങ്ങളുമായി ഖുത്തൈല അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. അവിശ്വാസിയായ മാതാവിനെ സ്വീകരിക്കാനോ അവരുടെ സമ്മാനങ്ങൾ കൈപ്പറ്റാനോ പുത്രി തയ്യാറായില്ല. ഇത് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കുക, അവരുടെ സമ്മാനം സ്വീകരിക്കുക. അപ്പോൾ മാത്രമാണ് മഹദി മാതാവിനെ സ്വീകരിക്കുകയും സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്തത്. ഈ സംഭവത്തിൽ നിന്നൊരു ഖുർആനിക ആയത്ത് തന്നെ അവതരിച്ചു. അതായത്, മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കു നന്മ ചെയ്യുന്നവരും നിങ്ങളവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിരോധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അൽ-മുംതഹന 8-ാമത്തെ ആയത്ത്. ഇസ്ലാം അനുശാസിക്കുന്ന വസ്ത്രധാരണത്തിൽ അവർ ഒരു ഉപേക്ഷയും വരുത്തിയില്ല. മകൻ മുൻസിർ ബിനു സുബൈർ റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്നുള്ള വിശേഷപ്പെട്ട നേർത്ത വസ്ത്രം ഉമ്മയ്ക്ക് സമ്മാനിച്ചു. അന്നവർക്ക് കാഴ്ചശക്തി ഇല്ലായിരുന്നു. വസ്ത്രം തൊട്ടുനോക്കിയ മഹദി ദേഷ്യപ്പെട്ടു, ഇത് അവന് തന്നെ കൊടുത്തയക്കുക. മുൻസിറിന് അപ്പോൾ മനോവിഷമമായി. അദ്ദേഹം പറഞ്ഞു, ഉമ്മ, ഇത് ശരീരത്തിൻ്റെ നിറം പുറത്തു കാണിക്കുകയില്ലല്ലോ. അന്നേരം മഹദിയുടെ വാക്കുകൾ, അതെ, ഇത് നിറം കാണിക്കുകയില്ല, ശരി തന്നെ, പക്ഷേ ഇത് മേനിയുടെ രൂപഭാവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ മറ്റൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇതുപോലെയുള്ള വസ്ത്രം മാത്രമേ എന്നെ അണിയിക്കാവൂ.